കൊല്ലത്തെ CPM നേതാവ് PK ജോൺസണിന്റെ അധിക്ഷേപ പ്രസംഗം വിവാദത്തിൽ മലബാർ ഭാഗത്ത് നിന്ന് ബസ് പിടിച്ച ആളുകൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു എന്നാണ് CPIM ഏരിയ സെക്രട്ടറിയുടെ പരാമർശം. തലസ്ഥാനത്ത് 1-2 ആഴ്ച താമസിച്ച് കാര്യങ്ങൾ സാധിച്ച് തിന്നുമുടിച്ചാണ് പോകുന്നതെന്നും ജോൺസൺ പറയുന്നു. തിരുവനന്തപുരത്ത് ഹോട്ടൽ റൂം കിട്ടണം എങ്കിൽ 6 മാസം മുൻപ് ബുക്ക് ചെയ്യണമെന്നും PK ജോൺസൺ പറയുന്നു. കേരളത്തിലെമ്പാടും കവറിട്ട് നടക്കുന്ന മുഖ്യമന്ത്രിയായി അഭിനയിച്ച് നടക്കുന്ന കോൺഗ്രസുകാർക്ക് ഈ 10 വർഷം നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി കേരളത്തെ അഴിമതിയുടെ ലാവണമാക്കി മാറ്റുന്നു. ഏതെങ്കിലും കോൺഗ്രസുകാരൻ നിഷേധിക്കാനാവും? കോൺഗ്രസ് ഇപ്പോ കമ്പോളത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് പോകാനേ കഴിയില്ല. അതുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് കയറാൻ പറ്റില്ല. സെക്രട്ടേറിയറ്റിൽ ഒട്ടും ചെല്ലാൻ കഴിയില്ല. കതറെടുക്കുക, രാവിലെ തേച്ച് മടക്കി വടിപോലെയാക്കി കതറ വിട്ടുകൊണ്ട് തിരുവനന്തപുരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും തിരുവനന്തപുരത്തും അവിടുത്തെ ഹോട്ടലുകളിലും അല്ല. പണ്ട് അവിടുത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊന്നും ആളും വരുമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ബുക്ക് ചെയ്യണമെങ്കിൽ അവിടെ റൂം വേണമെങ്കിൽ 6 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. കാര്യം 6 മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ മലപ്പുറം കാസർഗോഡ് മലബാർ സൈഡികളൊക്കെ വരുന്നത് ബസ് പിടിച്ച് ആളുകൾ വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച അവിടെ താമസിച്ച് കാര്യങ്ങളെല്ലാം സാധിച്ച് തിന്ന് കുളിച്ച് മുടിച്ച് ബാക്കി ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഈ സാർവദേശീയ രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നത്. ഈ നേതാവിനെയൊക്കെ തിരുത്താൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നതാണ് ചോദിക്കേണ്ടത്. എന്തായാലും ഏത് തരത്തിലാണ് ഈ വാക്കുകൾ ഈ രീതിയിൽ വിമർശനത്തിന് വിധേയമാകുന്നത്? പലതരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രചരിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു പ്രസംഗം കൊട്ടാരക്കര ടൗണിൽ നടത്തിയ LDFന്റെ ഒരു വിശദീകരണ യോഗത്തിൽ നടത്തിയത്. മലബാറിലെ ജനങ്ങൾക്കെതിരെയാണ് ഈ അധിക്ഷേപ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത്. മലബാറിൽ നിന്നുള്ളവർ ബസ് പിടിച്ച് കൂട്ടത്തോടെ തിരുവനന്തപുരത്ത് വന്ന് തിന്നു മുടിച്ച് കിടക്കുകയാണ്. അതിനുശേഷം ഇവർ ഈ മലപ്പുറം കാസർഗോഡ് മലബാർ സൈഡിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് കൂടുതലായും ഇവർ ഈ എത്തുന്നത്. ഒപ്പം തന്നെ ഇവർ 2 ആഴ്ച വരെ താമസിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച ശേഷമാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. ബാക്കി ഞാൻ പറയുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിൽ ഇട്ട് അലക്കുകയാണ്. 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെയാണ് AEയുടെ കച്ചവടം ഉറപ്പിക്കുന്നത്. AEക്ക് 25 ലക്ഷത്തിലേക്ക് വരെ പണം നൽകുന്നു. ഇങ്ങനെ ഓരോ വകുപ്പിലും ഉദ്യോഗസ്ഥന്മാരെ ലേലം വിളിച്ചുകൊണ്ട് നിർത്തി കോൺഗ്രസുകാർക്ക് നിർത്തുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസുകാർക്ക് 10 വർഷം നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി കേരളത്തെ അഴിമതിയുടെ ലാവണമാക്കി മാറ്റുകയാണെന്നും ഖദറുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്നും ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്നും കയറാൻ പറ്റുന്നില്ലെന്നും സെക്രട്ടേറിയറ്റിൽ ഒട്ടും ചെല്ലാൻ കഴിയുന്നില്ലെന്നും ഒക്കെയാണ് ഈ പ്രസംഗത്തിൽ ഉടനീളം ജോൺസൺ പറയുന്നത്. ഖദറൊക്കെ ഇട്ട് രാവിലെ തേച്ചു മിനുക്കി വടി പോലെയാക്കി സെക്രട്ടേറിയറ്റിന് മുന്നിലും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിലും തങ്ങുകയാണ് ഇവർ. പണ്ട് അവിടുത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നും ആളുകൾ വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ, അവിടെ റൂം വേണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. കാരണം 6 മാസത്തേക്ക് ബുക്ക് ചെയ്ത് തീർക്കുകയാണെന്നും ജോൺസൺ പറയുകയാണ്. അത് കൂടുതലും മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ലീഗിന്റെ ഭരണം കൈയാളുന്നവരാണ്. ലീഗിന്റെ കാര്യങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ടുള്ളവരാണ് കൂടുതലായി എത്തി ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് തങ്ങി ഹോട്ടലുകളും മറ്റും നിറയ്ക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതുവരെയും പ്രസംഗം വിവാദമായ ശേഷം ഇദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ തിരുത്തി പറയാനോ പ്രസംഗത്തിൽ അധിക്ഷേപം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്താനോ കൊട്ടാരക്കരയിലെ LDF നേതൃത്വം തയ്യാറായിട്ടില്ല. രുചീഷ്. ശരി ഷമീർ.